മുകുന്ദേട്ടൻ ആദ്യമായിട്ടില്ലേ ദുബായിലേക്ക് വരുന്നത്? അതെ, സിദ്ധാർത്ഥൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു ആകെയുള്ളൊരു ധൈര്യം. ഇവിടെ എങ്ങനെ പാർട്ടി പ്രവർത്തനമൊക്കെ നന്നായി നടക്കുന്നുണ്ടാവും അല്ലേ? സഖാവ് കരുണന്റെ അനന്തരവനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതില്ലെന്ന് അറിയാം. സിദ്ധാർത്ഥൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 4-5 കൊല്ലായി. പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുകുന്ദേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെപ്പോലെ തൻ്റെ സഹജീവികളും തുല്യ നിലവാരത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ബൂർഷാ ശക്തികളെ ശക്തമായി ഉപരോധിക്കുക. അതൊക്കെ നോക്കാൻ ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. ഉണ്ടാവാം, എന്നാലും കുത്തക മുതലാളിമാർ ഇവിടെ വളരെ കൂടുതലാണെന്നാണ് കേട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ചൈനയിലോ ക്യൂബയിലോ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എങ്കിൽ നന്നായനെ ക്യൂബ. എൻ്റെ മുകുന്ദേട്ട, ഈ ടണല് കണ്ടോ? ഇതിന് ഏകദേശം 1.5 കിലോമീറ്റർ നീളം വരും. ഇങ്ങനൊരു ടണല് മുകുന്ദേട്ടൻ പറഞ്ഞ ക്യൂബയിലുണ്ട്. ആകാശം മുട്ട് ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കണ്ടോ? ഇതുപോലെ ഒരു കെട്ടിടത്തിന് അത്ര വരുമോ മൊത്തം ക്യൂബ? സിദ്ധാർത്ഥ, നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. പിന്നൊരു കാര്യം, ഒരു രാജ്യത്തിന്റെ വളർച്ച നിശ്ചയിക്കുന്നത് അവിടുത്തെ വലിയ കെട്ടിടങ്ങളാണെന്ന് ഫിഡൽ കാസ്ട്രോ എവിടെയും പറഞ്ഞിട്ടില്ല. ഓഹോ, ഇങ്ങനെയാണല്ലേ ക്യൂബ മുകുന്ദൻ എന്നുള്ള പേര് വീണത്. അപ്പോ പാർട്ടി പ്രവർത്തനത്തിന് വന്നതാണോ അതോ അച്ഛൻ വരുത്തി വെച്ച കടം വീട്ടാൻ വന്നതാണോ? രണ്ടും ഉദ്ദേശിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അപ്പപ്പോ പാർട്ടി സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. മുകുന്ദേട്ടനെ പിടിക്കാത്ത പല കാര്യങ്ങൾ ഇവിടെ കണ്ടേക്കാം. എന്ന് വെച്ച് സമരം ചെയ്ത് ഇവിടത്തെ സർക്കാരിനെ വലച്ച് കളയരുത്. അതൊരിക്കലുമില്ല സിദ്ധാർത്ഥ. കേരളത്തിലെ പട്ടിണിക്കും തൊഴിലില്ലായ്മയ്ക്കും വലിയൊരളവിൽ പരിഹാരമായതും മലയാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ. അത് നമ്മൾ മറക്കാൻ പാടുണ്ടോ? ഓ, അതൊക്കെ അറിയാലേ. പിന്നെ പക്ഷെ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ, അവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ, അത് ഞാൻ അന്വേഷിക്കും. അല്ല, ഇതിനൊക്കെ ജോലിക്കിടയിൽ സമയം കിട്ടുമോ? ജോലി സമയം 8 മണിക്കൂറല്ലേ? അതെ. ഉറക്കം ഒരു 4 മണിക്കൂർ, പിന്നെയും കിടക്കില്ലേ 12 മണിക്കൂർ. അതിരിക്കട്ടെ, എന്തായിരിക്കും എന്റെ ജോലിയുടെ സ്വഭാവം? അതിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ ജോലി ചെയ്യിക്കുന്നവരുടെ സ്വഭാവം ചിലപ്പോൾ മാറും. അയ്യോ, ഇതെന്തിനാ ഇങ്ങോട്ടെടുത്തത്? റൂമിൽ വെച്ചാ പോരായിരുന്നോ? കൂടെ കൊണ്ട് നടക്കുന്നത് എപ്പോഴും സൗകര്യം. മാത്രമല്ല, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള പെന്നും പേപ്പറും ഫയലൊക്കെ ഇതിനകത്തല്ലേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങള് മലയാളിയാ? അയാള് പാകിസ്ഥാനിയാ. ഇവിടെയാണ് മുകുന്ദേട്ടന് ജോലി. ഇവിടെയാ? അതെ, തൽക്കാലം ഇവിടെ. സത്യത്തിൽ മുകുന്ദേട്ടൻ ലേബർ സപ്ലൈ കമ്പനിക്കാരുടെ ആളാ. അതായത് ഒരു കമ്പനിക്ക് സ്വന്തമായി തൊഴിലാളികളെ പോരാതെ വരുമ്പോൾ ലേബർ സപ്ലൈ കമ്പനി ആ കമ്പനിക്ക് ആളുകളെ വാടകയ്ക്ക് കൊടുക്കും. വാടകയ്ക്ക് കൊടുക്കുക ആളുകളെ? അതെ. ഇന്നിവിടെയാണ് പണിയെങ്കിൽ അടുത്ത ആഴ്ച വേറെ സ്ഥലത്തായിരിക്കും പണി. അതുകൊണ്ട് ഓരോരോ തൊഴിൽ മേഖലയിലെയും പ്രശ്നങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. എന്തായിരിക്കും എൻ്റെ ജോലിയുടെ ഒരു സ്വഭാവം? അത് ഉടനെ തന്നെ മനസ്സിലാവും. ഇത് അയാളുടെ കൂടെ അങ്ങോട്ട് പോയാൽ മതി. ഞാൻ അങ്ങോട്ട്. അല്ല, നീ അങ്ങനെ പോയാൽ എനിക്ക് റൂമിലേക്ക് തിരിച്ചു വരാനുള്ള വഴി അറിയില്ലല്ലോ. കമ്പനി താമസിക്കാനുള്ള സ്ഥലം തരും, അങ്ങോട്ട് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, ഒക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ? കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ വിശാല മനസ്കതയുള്ള കമ്പനിയാണ്. ലാൽ സലാം. पहन के आओ, पहन के आओ. ये सामान सब उधर रख. अरे उधर रख. ബാഗ് അവിടെ വെക്കാനാ പറഞ്ഞത്.
जाके काम करो, ഏ? जाके काम करो। ये सब उठा के उसका सिर पर रखो। जी साहब। എന്തത്? ഏ? പുറകോട്ട് 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 കടന്നോ. अरे मलबारी, इधर इधर ऊपर ले गया। വെച്ചോളി. നിങ്ങൾ മലയാളിയാ? ക്യാ? നിങ്ങൾ മലയാളിയാ? അതെ. എന്നതാ പ്രശ്നം? പേര്? അരവിന്ദൻ. നാട്ടിലെവിടെയാ സ്ഥലം? ചെങ്ങന്നൂര്. എന്നാത്തിനാ? എത്ര കാലമായി ഈ കമ്പനിയിൽ? 4-5 കൊല്ലമായി. തനിക്ക് എന്നാ വേണം? അല്ല, ഇവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് തൃപ്തനല്ല എന്ന് പറയണം. പറഞ്ഞ പരിഹാരം ഉണ്ടാക്കാം. ആര്? നിങ്ങളോ? നിങ്ങൾക്ക് എല്ലാ വിവരവും അറിയണമെങ്കിൽ ഇതാ അവിടെ ചോദിച്ചാൽ മതി. ये इसका सिर पर रखो। जाओ। काम चोर साहब। ഒന്ന് പിടിക്ക. ഇനി അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിയല്ലേ? എന്തുട്ട്? ഇന്നത്തെ പണി കഴിയാൻ ഇനി ഒരു 4.5 മണിക്കൂറും കൂടി വേണം. അപ്പൊ ഇവിടുത്തെ ജോലി സമയം 8 മണിക്കൂറല്ലേ? 8 മണിക്കൂറേ. ഇത് ഭയങ്കര കഷ്ടാണല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ആരാ ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി? യൂണിയനാ? അതാ വരണു. യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ഒക്കെ ആ ഗടിയാ. അങ്ങേരോട് പറഞ്ഞാൽ മതി.